ഇപ്പോൾ പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഒരുപാടധികം പ്ലെയർ ബേസും അഡിക്റ്റീവായിട്ടുള്ള ആക്ഷനും അഡ്വഞ്ചറസും കാഷ്വൽസും ഓപ്പൺ വേൾഡ് ഗെയിംസും ഒക്കെ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കമ്പൈൻ ചെയ്ത ഒരു 10 ഗെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ലാസ്റ്റ് വരെ കണ്ടു നോക്കൂ. വെസ്റ്റ് ഗൺ ഫൈറ്റർ മൊബൈലിലെ ഒരു റെഡ് ഡെഡ് റിഡംഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണെന്ന് വേണേൽ പറയാം. കാരണം ഒരു ഓപ്പൺ വേൾഡ് കൗബോയ് സ്റ്റൈൽ വൈബാണ് ഗെയിം തരുന്നത്. ഗെയിമിൽ നമ്മൾ മാപ്പിലൂടെ ഹോഴ്സ് റൈഡ് ചെയ്യണം, എനിമീസും സോംബിയുമായിട്ടുള്ള ഗൺ ഫൈറ്റ്. ഇതുകൂടാതെ സൈഡ് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കോയിൻസ് റിവാർഡായിട്ട് കിട്ടും. അതുവഴി പുതിയ വെപ്പൺസ്, സ്യൂട്ട്, ഗ്രനേഡ്സ് എല്ലാം പർച്ചേസ് ചെയ്യാം. ടൗണ്, ഡെസേർട്ട്, ലാൻഡ്സ്കേപ്പ് ഒക്കെ ഇൻക്ലൂഡായ ഒരു സിമ്പിൾ 3D ലൈൻ ഗ്രാഫിക്സ് ആണ് ഗെയിമിലുള്ളത്. ദ വാക്കിംഗ് സോംബി ഒരു ഓഫ്ലൈൻ ഫസ്റ്റ് പേഴ്സൺ സോംബി ഷൂട്ടറാണ് ഈ ഗെയിം. സോംബി ഔട്ട് ബ്രേക്ക് നടന്ന ഏരിയയിൽ നമ്മൾ വെപ്പണായിട്ട് വേവ് ആഫ്റ്റർ വേവ് വരുന്ന സോംബിയെ ഫൈറ്റ് ചെയ്യുന്നതാണ് ഗെയിം. ഷൂട്ടിംഗ് മെക്കാനിസം ഒക്കെ ഈസിയാണ്. ക്രോസ് എയർ പ്ലേസ്മെൻ്റ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യേണ്ട ഗെയിമാണ്. ഒരു പോളി കാർട്ടൂൺ 3D ഗ്രാഫിക്സ് ആണ്. കൂടാതെ ലോയിൻ്റെ ഫോണിൽ നല്ലോണം ഒപ്റ്റിമൈസ് ആയിട്ട് റണ്ണാകും. മെറ്റൽ ഗിയർ ലേറ്റ് 90s കാലഘട്ടങ്ങളിലെ ആക്ഷൻ മൂവികളുടെയും ഗെയിമിൻ്റെയും ഒരു നൊസ്റ്റാൾജിക് വൈബാണ് ഗെയിം തരുന്നത്. ഒരു റേഞ്ചറായി പവർഫുള്ളായ സ്റ്റീൽ ആർമർ കൂടിയുള്ള ഒരു ക്യാരക്ടറിലാണ് നമ്മൾ ഈ ഗെയിം കളിക്കുന്നത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഫാക്ടറി കോമ്പൗണ്ട് ഏരിയയിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ വലിയ വലിപ്പമുള്ള സ്പൈഡറിനെയൊക്കെ നമ്മുടെ വെറൈറ്റിയായ ലേസർ, പ്ലാസ്മ, ഫ്ലെയിം ത്രോവർ പോലെയുള്ള വെപ്പൺസ് യൂസ് ചെയ്ത് ഫിനിഷ് ചെയ്യണം. ഗെയിമിൻ്റെ സൗണ്ട് ട്രാക്സും 2D മെക്കാനിസം ഗെയിം പ്ലേ ഒക്കെ വീഡിയോ ഗെയിമിൻ്റെ ഗോൾഡൻ എറ പോലെ ഫീൽ ചെയ്യും. സോർഡിഗോ ഒരു ആക്ഷൻ അഡ്വഞ്ചർ സ്റ്റോറി ബേസ്ഡ് ആൻഡ്രോയിഡ് ഗെയിമാണ്. ഒരു മിസ്റ്റീരിയസ് ആയ ഈവിൽ വേൾഡിൽ നമ്മളൊരു യങ് ഹീറോ ആയിട്ടാണ് ഗെയിം കളിക്കുന്നത്. ഗെയിമിലുടനീളം ഫോറസ്റ്റ്, കേവ്സ്, കാസിൽസ്, ഡങ്കൻസ് പോലത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് സ്പൈഡേഴ്സ്, മോൺസ്റ്റേഴ്സ്, എനിമി ബോസസിനെയൊക്കെ ഫൈറ്റ് ചെയ്തും മാജിക് സ്പെൽസ് ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചും ബാറ്റിലിനായിട്ടുള്ള വെപ്പൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചും വേണം ഗെയിമിൽ പ്രോഗ്രഷൻ കൊണ്ടുവരാൻ. കൂടാതെ ഏർലി 20s കൺസോൾ ലെവൽ ഗെയിമിൻ്റെ വൈബൊക്കെ ഇത് കളിക്കുമ്പോൾ ഫീൽ ചെയ്യും. ഷാഡോ ഫൈറ്റ് 2 1 vs 1 ആക്ഷൻ കോമ്പാക്റ്റിന് കൂടിയുള്ള ഒരു ഷാഡോ ആർട്ട് സ്റ്റൈൽ ഗെയിമാണ് ഷാഡോ ഫൈറ്റ് 2. ഒരു വാരിയറായ നമ്മൾ പലതരം മാർഷൽ ആർട്ട് ടെക്നിക്സും അതോടൊപ്പം സോർട്സ്, നൺചക്സ് പോലത്തെ ഹാൻഡ് വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്ത് എനിമീസിനെ ഡിഫീറ്റ് ചെയ്ത് വേണം സ്റ്റോറിയിൽ പ്രോഗ്രഷൻ കൊണ്ടുവരാൻ. ഗെയിമിൻ്റെ കോമ്പാറ്റ് ആനിമേഷനും യുണീക്കായിട്ടുള്ള ഗെയിം പ്ലേ സ്റ്റൈലൊക്കെ കാണാൻ നല്ലൊരു റിയലിസ്റ്റിക് ഫീലുണ്ട്. തേർഡ് പേഴ്സൺ ക്യാമറ വ്യൂ ഉള്ള സ്റ്റോറി ബേസ്ഡ് മൊബൈൽ ഗെയിമാണ് സ്ലാഷ് ഓഫ് സോർഡ് 2. റിയലിസ്റ്റിക് ആയിട്ടുള്ള മെഡീവിയൽ ആർട്ട് സ്റ്റൈലിന് കൂടിയുള്ള ടൗണ്, ഫോറസ്റ്റ്, കേവ്സ് ഒക്കെയാണ് ഗെയിമിൻ്റെ എൻവയോൺമെൻറ്റ്. സോർഡ് ബാറ്റിൽ ചെയ്താണ് എനിമിയെ ഫൈറ്റ് ചെയ്യേണ്ടത്. കൂടാതെ നമ്മുടെ ആർമർ, ഷീൽഡ്, സ്കിൽസ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഫൈറ്റ് ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ സ്റ്റാമിന, പൊസിഷൻ, ഡോഡ്ജിങ്, കൗണ്ടർ അറ്റാക്സ് എല്ലാം ഒരു മിഡിൽ ഏജ് കാലഘട്ടത്തെ ബാറ്റിൽ പോലെ ഫീൽ ചെയ്യും. ഓട്ട്മാർ എന്ന പേരിലെ ഒരു ക്യാരക്ടറിലായിട്ടാണ് ഈ ഗെയിം കളിക്കുന്നത്. ഫോറസ്റ്റ്, മൗണ്ടൻസ്, മൈൻസ് പോലത്തെ വൈക്കിംഗ് ഇൻസ്പയർഡ് തീം എൻവയോൺമെൻ്റ് ആണ്. ഗെയിമിൻ്റെ സ്റ്റോറി ഒരു മോഷൻ കോമിക് കട്ട് സീൻസിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂടാതെ ഗെയിമിൽ നമ്മൾ പലതരം മാജിക് എബിലിറ്റീസ്, വെപ്പൺസ്, ഷീൽഡ്സ് ഒക്കെ അൺലോക്ക് ചെയ്ത് വേണം കളിക്കാൻ. ഗെയിമിൻ്റെ കൺട്രോൾസ് ആയ ജമ്പിങ്, റണ്ണിങ്, കോമ്പാറ്റ് ഒക്കെ വെൽ ടൈമിംഗ് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അതൊന്ന് മാസ്റ്റർ ആകാൻ കുറച്ച് ടൈം എടുക്കും. ഒരു അഡിക്റ്റീവായ ടോപ്പ് ഡൗൺ വ്യൂ ഉള്ള സ്റ്റെൽത്ത് ആക്ഷൻ മൊബൈൽ ഗെയിമാണ് ഹണ്ടർ അസാസിൻ. ഒരു പസിൽ പോലെ ഫീൽ ചെയ്യുന്ന മാപ്പിൽ നമ്മൾ ഗാർഡ്സിനെ അവരുടെ വിഷൻസ് ഒക്കെ മറികടന്ന് സ്നീക്കായിട്ട് വേണം ഫിനിഷ് ചെയ്യാൻ. ഗെയിം പ്ലേ കൂടുതലും ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും ടൈമിംഗ് അറ്റാക്സ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് കളിക്കാൻ നല്ല ചലഞ്ചിങ് ആണ്. ഗെയിമിൽ പ്രോഗ്രസ് വരുന്നോറും പുതിയ വെപ്പൺസ്, അസാസിൻസിനെയൊക്കെ അൺലോക്ക് ചെയ്യാനും കൂടാതെ ലെവലിൻ്റെ ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടും ഇരിക്കും. ഒരു ഡാർക്ക് ഫാൻറ്റസി ആക്ഷൻ RPG ഗെയിമാണ് റെവനന്റ് സോൾ ആക്ഷൻ. ടോപ്പ് ഡൗൺ വ്യൂ കൂടിയുള്ള ഒരു മിസ്റ്റിക് എൻവയോൺമെൻറ്റിലാണ് ഗെയിം നടക്കുന്നത്. യുണീക്ക് ആയിട്ടുള്ള ഡെഡ്ലി ക്രീച്ചേഴ്സ്, ഏൻഷ്യന്റ് ഈവിൾസ് പോലത്തെ എനിമീസിനെ നമ്മൾ ഷോട്ട്സ്, ആരോസ്, ഡാഷസ് ഒക്കെ യൂസ് ചെയ്ത് വേണം ഫൈറ്റ് ചെയ്യാൻ. ഗെയിമിൻ്റെ കോമ്പാറ്റ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ്. കൂടാതെ ലൂട്ട് കളക്ഷൻസിലൂടെ നമുക്ക് സ്കിൽസ് ഒക്കെ അപ്ഗ്രേഡും അൺലോക്കും ചെയ്യാം. അപ്പോഴാണ് പവർഫുൾ ആയിട്ടുള്ള ബോസസിനെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ കേപ്പബിൾ ആകുന്നത്. ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ നടക്കുന്ന ഒരു ആക്ഷനും സ്റ്റെൽത്തും കൂടി മിക്സ് ചെയ്ത ഒരു യുണീക്ക് തീഫ് സിമുലേറ്റർ ഗെയിമാണ് റോബറി മാഡ്നസ് 2. ഒരു തീഫായ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ജയിൽ എസ്കേപ്പ് മിഷനിൽ നിന്നാണ്. ഗാർഡ്സ്, സെക്യൂരിറ്റി ക്യാമറ ഒക്കെ അവോയ്ഡ് ചെയ്ത് വേണം മിഷൻസ് കംപ്ലീറ്റ് ആക്കാൻ.
അത് കഴിഞ്ഞ ലെവലിലൊക്കെ ഹൗസസ് മാൾസൊക്കെ കയറി ലൂട്ട് ചെയ്ത് ഹിഡൻ ആയിട്ടുള്ള റൂംസ് സീക്രട്ട് ട്രഷേഴ്സൊക്കെ കണ്ടുപിടിച്ചും സ്പൈ ക്യാമറകളും ഹാക്കിംഗ് ടൂൾസൊക്കെ യൂസ് ചെയ്ത് വേണം പ്രോഗ്രസ് ചെയ്യാൻ. വിഷ്വൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കാർട്ടൂൺ സ്റ്റൈൽ പോളിഗ്രാഫിക്സ് ആണ്. കൂടാതെ ഗെയിം വളരെ ലൈറ്റ് വെയ്റ്റും ലോ എൻഡ് ഡിവൈസസിലൊക്കെ സ്മൂത്തായി റണ്ണുമാകും.